കലോത്സവ വേദികളിൽ നടക്കുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള മത്സരമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് വ്യക്തിഗത ഐറ്റങ്ങളിൽ. എന്നാൽ ഇത്തരക്കാരിൽ നിന്ന് വ്യത്യസ്തരാവുകയാണ് കോട്ടയംകാരൻ അനന്തു സുധീഷും മകൾ അഞ്ജലിയും. കലയിൽ എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാം എന്നതാണ് ഇവരുടെ പ്രധാന ചിന്ത. മകൾ പിറന്നു വീണ ദിവസവും അനന്തു സുധീഷ് ഇതുപോലൊരു കലോത്സവ നഗരിയിലായിരുന്നു. കലയോടുള്ള അച്ഛൻ അനന്തു സുധീഷിന്റെ സ്നേഹം മകൾ അഞ്ജലിയെയും ഒരു കലാകാരിയാക്കി. ഭരതനാട്യ മത്സരത്തിൽ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായാണ് ഈ അച്ഛൻ ഇത്തവണ കോട്ടയത്ത് നിന്നും കലോത്സവ നഗരിയിലേക്ക് എത്തിയത്. മത്സരബുദ്ധിക്കപ്പുറം കലയായി സ്നേഹിക്കാൻ കഴിയണമെന്ന പാഠമാണ് ഇരുവരും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കലയിൽ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്നാണ് എപ്പോഴും ചിന്ത. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്രയും നിറഞ്ഞ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കലോത്സവമാണ്. അപ്പോൾ അത് കലാകേരളം നെഞ്ചോട് ചേർത്തൊരു കലോത്സവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുന്ന ആ ഒരു വേദിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി വേണമെന്ന് തോന്നി. ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇതുവരെ സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പാറ്റേൺ അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ഈ ഒരു കെട്ട്, ആണ്ടാളിൻ്റെ ഒരു കെട്ടാണത്, തമിഴ്നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ളൊരു ഇതാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഇത് കലാക്ഷേത്ര സ്റ്റൈലാണ് സ്കേറ്റ്. അപ്പോൾ അങ്ങനെ അതെല്ലാം. പിന്നെ ആഭരണം പറയുമ്പോഴത്തേന് ഈ കൊണ്ട എന്ന് പറയുന്നത് എല്ലാ ഭരതനാട്യത്തിനും ഉപയോഗിക്കുന്നതല്ല. ആണ്ടാളിൻ്റെ കഥ പറയുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ആണ്ടാളിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ കൊണ്ട എന്ന് പറയുന്നത്. വ്യത്യസ്തമായ രീതിയിൽ കലാപ്രകടനം നടത്താൻ അഞ്ജലിയെ പ്രാപ്തയാക്കിയത് കലാക്ഷേത്രം അമൽനാഥാണ്. 2001 കോട്ടയത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിലെ ജേതാവായിരുന്ന ഇദ്ദേഹം MG സർവകലാശാല കലാപ്രതിഭയുമായിരുന്നു. കലോത്സവ വേദിയിൽ വീണ്ടും പുതിയ റോളിലെത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അമൽനാഥ്. ഇത് ആണ്ടാൾ വർണ്ണമാണ് ചെയ്തത്. ഇത് മുന്നേ ഒരു വിജയരാഘവൻ എന്ന് പറഞ്ഞ സാറ്, തമിഴ്നാട്ടിലെ സാറ് എഴുതി ചിട്ടപ്പെടുത്തിയാണ്. അത് ട്യൂൺ ചെയ്തിരിക്കുന്നത് കലാക്ഷേത്ര ഹരിപ്രസാദ് സാറാണ്, പാട്ട് പാടുന്ന സാറിന്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത ഐറ്റം ഒന്ന് റീകമ്പോസ് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ ആണ്ടാളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വർണ്ണം എഴുതിയിരിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീരംഗനാഥനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നൊരു നായികയായിട്ട് ആണ്ടാളിനെ സ്വീകരിക്കുന്നുണ്ട് ശ്രീരംഗനാഥൻ. അപ്പം അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനെ ബേസ് ചെയ്താണ് ഇങ്ങനെ കൊണ്ടയൊക്കെ ഇട്ടിരിക്കുന്നത്. ഡ്രസ്സാണെങ്കിൽ കലാക്ഷേത്ര പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. കലാക്ഷേത്ര ഡാൻസ് ഡ്രാമയിലുണ്ട്. അപ്പോൾ ഡാൻസ് ഡ്രാമയിൽ മെയിൻ ക്യാരക്ടേഴ്സ് സീത, അങ്ങനത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിലാണ് ചെയ്യാറ്. അപ്പം അത് മൊത്തത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചാണ് ചെയ്തിരിക്കുന്നത്. 25 വർഷമായി കലോത്സവ വേദിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന അനന്തു സുധീഷ് ഇത്തവണ മടങ്ങിയത് പതിവിലും വലിയ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടും വ്യത്യസ്തരാണിവർ, കലയെ ജീവനാക്കിയ സാധാരണക്കാർ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് താവലോടിനോടൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.